ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് ആണ്. കോമ്പൗണ്ട് ജേണൽ എൻട്രീസ്, കോമ്പൗണ്ട് മീൻസ് നമ്മൾ മെർജ് ചെയ്യാന്ന് പറയത്തില്ല, അതായത് സെയിം കൈൻഡ് ഉള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒന്നിച്ചെഴുതും. സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാലും ഒരു വ്യത്യാസവും നമ്മുടെ ആൻസറിലോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിലോ ഒന്നും വരാനില്ല. പക്ഷേ കോമ്പൗണ്ട് എൻട്രീസ് വെച്ചാൽ നമ്മുടെ എന്താ അത്രയും സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്ന ആ ടൈം നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ സമയങ്ങളിൽ ഒരേ ട്രാൻസാക്ഷൻ തന്നെ സെയിം ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് വരുമ്പം അത് നമ്മൾ ഒന്നിച്ചാക്കി ഒറ്റ ഒരു ബെഞ്ചിൽ കാണിക്കുന്നതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. പെയ്ഡ് ക്യാഷ് ടു ഗണേഷ് ₹490. അതായത് ഗണേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ 490 നമ്മൾ രൂപ കൊടുത്തു. ഹി അലൗഡ് ₹10 ആസ് ഡിസ്കൗണ്ട്. നമ്മൾ 490 ഗണേഷിന് കൊടുത്തു. ഗണേഷ് എന്ത് ചെയ്തു, നമുക്ക് എന്ത് വന്നു, 10 രൂപ ഡിസ്കൗണ്ട് നമുക്ക് ഇങ്ങോട്ട് തന്നു അല്ലെ. ഡിസ്കൗണ്ടിനെ പറ്റി സംസാരിക്കുമ്പോൾ രണ്ട് ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് അലൗഡും വരും, ഡിസ്കൗണ്ട് റിസീവ്ഡും വരും. ഓക്കെ, രണ്ട് കേസുകൾ നമുക്ക് യൂഷ്വൽ ആയിട്ട് വരാറുണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക. ഒരാളിപ്പോൾ 100 രൂപ നമുക്ക് ഇങ്ങോട്ട് തന്നു, നമ്മളൊരു 10 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 90 രൂപ നമ്മൾ വാങ്ങിച്ചോളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്കൗണ്ട് നമ്മൾ അലോ ചെയ്തു. ഇനി രണ്ടാമത്തെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതായത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. അതായത് നമ്മൾ ഒരാൾക്ക് കൊണ്ടൊരു 100 രൂപ കൊടുത്തു. ഇപ്പൊ ഈ കേസ് പോലെ, അതായത് ഗണേഷിന് നമ്മൾ 490 രൂപ കൊടുത്തു. അപ്പൊ ഗണേഷ് പറഞ്ഞു 10 രൂപ ഡിസ്കൗണ്ട് എടുത്തിട്ട് ബാക്കിയെ ഗണേഷ് വാങ്ങിച്ചോളൂ. ഇവിടെ ഡിസ്കൗണ്ട് അലൗഡ് ആണോ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണോ നമുക്ക് പറ്റിയത്, ഡിസ്കൗണ്ട് റിസീവ് അല്ലെ. നമുക്ക് ഹി അലൗഡ് എന്നാ, അയാൾ അലോ ചെയ്തു. അയാൾ ആർക്ക് അലോ ചെയ്തു, നമുക്ക് അലോ ചെയ്തു. അപ്പൊ നമ്മുടെ എഫക്ട് എന്താ, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുക ചെയ്തത്, ശരിയല്ല. അപ്പൊ നമ്മളിവിടെ ആരാ, ഡിസ്കൗണ്ട് റിസീവർ ആണ്. ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി, റിസീവ് ചെയ്തു. ഇനി നോക്കാം, നമുക്ക് ജേണൽ എൻട്രി നോക്കാം. ഞാൻ ഈ രണ്ട് എൻട്രി ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണ്. നമ്മുടെ ജേണൽ എൻട്രി എന്തുവാ ശരിക്കും, ഗണേഷിന് നമ്മൾ 490 റുപ്പീ കൊടുത്തു, അയാൾ 10 രൂപ നമുക്ക് ഡിസ്കൗണ്ട് തന്നു. ഇനി അതെങ്ങനെയാണ് നമുക്ക് എഴുതുന്നത് നോക്കാം. ആദ്യം ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് എഴുതി കാണിക്കാം. പെയ്ഡ് ക്യാഷ് ടു ഗണേഷ് ₹490. അങ്ങനെ മാത്രമായിരുന്നെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി എങ്ങനെ എഴുതേനെ, ഗണേഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, ഗണേഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് 490. ഓക്കെ ആണോ, ഒറ്റയ്ക്കായിരുന്നെങ്കിൽ. പെയ്ഡ് ക്യാഷ് ടു ഗണേഷ് എന്ന് മാത്രമായിരുന്നു. ഇനി രണ്ടാമത്തെ വായിച്ചേ, ഹി അലൗഡ് ₹10 ആസ് ഡിസ്കൗണ്ട്. ഹി അലൗഡ് ₹10 ആസ് ഡിസ്കൗണ്ട്. അങ്ങനെ വരുമ്പം ജേണൽ എൻട്രി ഇങ്ങനെയാണ്, നോക്കിക്കേ. ഹി അലൗഡ് ഡിസ്കൗണ്ട് ഓഫ് ₹10. 10 രൂപ ഡിസ്കൗണ്ട് അലോ ചെയ്യുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി എഴുതും, ഗണേഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസ്കൗണ്ട് അലൗഡ്. സോറി, ഡിസ്കൗണ്ട് അലൗഡ് അല്ല, ഡിസ്കൗണ്ട് റിസീവ്ഡ്. നമുക്ക് കിട്ടുമല്ലേ ചെയ്തപ്പോൾ 10. അപ്പൊ രണ്ട് ട്രാൻസാക്ഷനും ഞാൻ സ്പ്ലിറ്റ് ചെയ്തൊന്ന് കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ എന്തായിരുന്നു, പെയ്ഡ് ക്യാഷ് ടു ഗണേഷ്. അപ്പൊ നമ്മൾ എഴുതും ഗണേഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഇനി ഹി അലൗ ഡിസ്കൗണ്ട്, അയാൾ അലോ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുമല്ലേ ചെയ്യുന്നത്, നമ്മുടെ ഡിസ്കൗണ്ട് റിസീവ് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ നമ്മൾ എഴുതും ഗണേഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് നമ്മൾ എഴുതും. ഇനി നോക്കിക്കേ, രണ്ട് ജേണൽ എൻട്രിയിലും കോമൺ ആയിട്ട് എന്തുവാ ഉള്ളത്, അതായത് ഫസ്റ്റ് എൻട്രിയിലും സെക്കൻഡ് എൻട്രിയിലും കോമൺ ആയിട്ട് എന്തുവാ ഉള്ളത്, ആദ്യത്തിൽ ഗണേഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, ഗണേഷ് ഡെബിറ്റ് ക്യാഷ് ക്രെഡിറ്റ്. രണ്ടാമത്തതിലും ഗണേഷ് ഡെബിറ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റ്. അപ്പൊ രണ്ട് എൻട്രിയിലും കോമൺ ആയിട്ട് ആരാണുള്ളത്, ഗണേഷ് ഉണ്ടല്ലേ. അതായത് രണ്ട് എൻട്രിയിലും കോമൺ ആയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ആരെയാണ്, ഗണേഷ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എൻട്രി കോമ്പൗണ്ട് ചെയ്യാം. അത് കാണിച്ചു തരാം. അപ്പൊ കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്, ഗണേഷിനെയാണല്ലോ രണ്ടിടത്തും ഡെബിറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കോമ്പൗണ്ട് എൻട്രിയിലും ഗണേഷിനെ അങ്ങ് ഡെബിറ്റ് ചെയ്തേക്കുക, ഗണേഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ ആണോ. അപ്പൊ ഇനി ഗണേഷ് ഇല്ല, ഗണേഷിനെ നമ്മൾ എടുത്തു, ഗണേഷിനെ നമ്മൾ ഇനി എടുത്തു. ഓക്കെ, ഇനി ആരൊക്കെയാ ഉള്ളത്, ക്രെഡിറ്റിൽ ഒരു 2 ക്യാഷും ഉണ്ട്, രണ്ടാമതിനകത്തൊരു 2 ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്. അതും അങ്ങ് ക്രെഡിറ്റിൽ തന്നെ കാണിച്ചേക്കുക. 2 ക്യാഷ് അക്കൗണ്ട്, 2 ക്യാഷ് അക്കൗണ്ട് കഴിഞ്ഞില്ല, പിന്നെയോ ഇനി ക്യാഷ് ഇല്ല, പിന്നെയോ 2 ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട്. ഓക്കെ ആണോ. ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പൊ ഈ ഫുൾ എൻട്രി നമ്മളിങ്ങനെ പോയി, നമ്മളത് എന്തിലോട്ടാക്കി, നമ്മളത് കോമ്പൗണ്ടിലോട്ടാക്കി. ഈ ഇൻഡിവിജ്വൽ എൻട്രിക്ക് എഫക്ട്സ് ഒന്നുമില്ല, പക്ഷേ എമൗണ്ട് ശ്രദ്ധിക്കണം. ഇവിടെ ഗണേഷ് അക്കൗണ്ട് എത്രയാ, 490. ഇവിടെയും ഗണേഷ് അക്കൗണ്ട് എത്രയാ, 10.
അപ്പൊ രണ്ട് ഗണേഷിനും കൂടെ നമ്മൾ എത്ര രൂപ ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം? 500. എങ്ങനെയാ 500 വന്നതെന്ന് മനസ്സിലായോ? ആദ്യത്തെ ട്രാൻസാക്ഷനിൽ ഗണേഷിന് ഡെബിറ്റ് ചെയ്ത് 490 ആയിരുന്നു. രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ ഗണേഷിനെ ഡെബിറ്റ് ചെയ്തേക്കുന്നത് 10. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 500. ഈ 500 ആണ് കോമ്പൗണ്ട് എൻട്രി എഴുതുമ്പോൾ ഗണേഷിന് വരേണ്ടത്. അപ്പൊ ഗണേഷ് അക്കൗണ്ട് ഡെബിറ്റ് 500. ഇനി നോക്കിക്കേ, ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് എത്രയാ? അവിടെ മാറ്റമൊന്നുമില്ല. ടു ക്യാഷ് അക്കൗണ്ട് എത്ര വരും? 490. ദെൻ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് എത്ര വരും? 10. ഇത് ഡെബിറ്റ്, ഇത് ക്രെഡിറ്റ് ആണ്. നോക്കിക്കേ, അപ്പം ഗണേഷ് അക്കൗണ്ടിന്റെ അവിടെ 500 വരും. 500 എങ്ങനെയാ വന്നത്? ഗണേഷിന്റെ ആദ്യത്തെ അവിടെ 490, രണ്ടാമത്തെ അവിടെ 10, അങ്ങനെ ടോട്ടൽ 500. ടു ക്യാഷ് അത് സെയിം പോലെ ടു ക്യാഷ് 490, ദെൻ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് 10. അത്രയേ ഉള്ളൂ കോമ്പൗണ്ട്. ഓക്കെ ആണോ? നമുക്ക് വേറൊരു കോമ്പൗണ്ട് എൻട്രിയും കൂടെ നോക്കാം. നോക്കിക്കേ, സോൾഡ് ഗുഡ്സ് ടു റാവു ആൻഡ് സൺസ് ₹800 ആൻഡ് ശർമ്മ ബ്രോസ് ₹500 ഓൺ 5th May 2018. നമ്മൾ രണ്ടാൾക്കാർക്ക് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തു. ഒന്ന് റാവു ആൻഡ് സൺസിനും പിന്നെ ശർമ്മ ബ്രോസിനും രണ്ടാൾക്കാർക്കും ഗുഡ്സ് സെയിൽ ചെയ്തു. പക്ഷെ ഇവിടെ ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ക്യാഷ് കിട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വിച്ച് മീൻസ് നമ്മൾ നേരത്തെയും ഈ ടൈപ്പ് ട്രാൻസാക്ഷൻ പഠിച്ചോടുന്ന് പറഞ്ഞാണ്, ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്? അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്തുവാ? ഈ റാവു ആൻഡ് സൺസിനും ശർമ്മ ബ്രോസിനും നമ്മൾ ക്രെഡിറ്റിനാണ് സാധനം വിറ്റേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പൈസയൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ആദ്യം ഞാൻ ആ രണ്ട് ട്രാൻസാക്ഷൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കാണിച്ചു തരാം. ഫസ്റ്റ് വൺ, സോൾഡ് ഗുഡ്സ് ടു റാവു ആൻഡ് സൺസ് ₹800 അല്ലെ? നമുക്ക് ക്യാഷ് വന്നോ? ഇല്ല. പകരം ആര് വന്നു? റാവു ആൻഡ് സൺസ്. റാവു ആൻഡ് സൺസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. എത്ര രൂപയാണ്? 800. 800 ഡെബിറ്റ്, 800 ക്രെഡിറ്റ്. ഇതാണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ. രണ്ടാമത്തെ എന്തുവായിരുന്നു? സോൾഡ് ഗുഡ്സ് ടു ശർമ്മ ബ്രോസ്. ശർമ്മ ബ്രോസ് അതും സെയിൽസ് ആണ്. അപ്പൊ എങ്ങനെയാ ജേർണൽ എൻട്രി എഴുതുന്നത്? ശർമ്മ ബ്രോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. എമൗണ്ട് എത്രയാ? 500 ക്രെഡിറ്റ്, 500 ഡെബിറ്റ്, 500 ക്രെഡിറ്റ്. ഓക്കെ ആണ്. അത്രയും സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ വരും. ഇനി നമ്മൾ എന്തോ നോക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇത് കോമ്പൗണ്ട് ആക്കുന്നത്, കോമ്പൗണ്ട് എൻട്രി ആക്കുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ജേർണലിൽ ഡേറ്റ് കാണിക്കുന്നു. ഇനി നോക്കിക്കേ, ആദ്യത്തെ എൻട്രി നോക്കിയേ, ഡെബിറ്റ് ആർക്കാ കൊടുത്തേക്കുന്നത്? റാവു ആൻഡ് സൺസ്. ക്രെഡിറ്റ് ആർക്ക്? സെയിൽസിന്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഡെബിറ്റ് ആർക്ക്? ശർമ്മ ആൻഡ് ബ്രോസിന്. ക്രെഡിറ്റ് ആർക്ക്? സെയിൽസിന്. അപ്പൊ രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ആർക്കാ വന്നേക്കുന്നത്? സെയിൽസിനാണ്. കണ്ടോ? ടു സെയിൽസ് രണ്ടിനും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന സെയിൽസ് ആണ്. അപ്പൊ നമ്മൾ കോമ്പൗണ്ട് എടുത്ത് എഴുതുമ്പോൾ കോമൺ ആയിട്ട് ആരെ കാണിക്കണം? സെയിൽസിനെ കാണിക്കണം. സെയിൽസ് ടു സെയിൽസ് എന്നല്ലേ വന്നേക്കുന്ന രണ്ടിനകത്തും. അതുകൊണ്ട് ഞാൻ പുതിയ കോമ്പൗണ്ട് എൻട്രിയിൽ ഞാൻ കാണിക്കുന്നു ടു സെയിൽസ്. മനസ്സിലായോ? ഡെബിറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഡെബിറ്റ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ടു സെയിൽസ് എന്നാണ് രണ്ടിനകത്തും വന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കോമ്പൗണ്ട് എൻട്രിക്കകത്ത് നമ്മൾ കാണിച്ചു ടു സെയിൽസ്. ഇനി സെയിൽസ് ഇവിടെ ഇല്ല. ഈ രണ്ട് സെയിൽസ് നമ്മൾ ഒന്നാക്കി എടുത്തു, മെർജ് ചെയ്തു. ഇനി ആദ്യത്തെ ട്രാൻസാക്ഷൻ ആരാ? ഡെബിറ്റ്, റാവു ആൻഡ് സൺസ്. അപ്പൊ ഞാൻ എഴുതുന്നു ഡെബിറ്റ് സൈഡിൽ. ഡെബിറ്റ് എഴുതാവുള്ളേ റാവു ആൻഡ് സൺസ് അക്കൗണ്ട് ഡെബിറ്റ്. എത്രയാ റാവു ആൻഡ് സൺസിന്റെ എമൗണ്ട്? എത്ര? 800. ഇനി റാവു ആൻഡ് സൺസ് ഇല്ല. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ആരുണ്ട്? ശർമ്മ ബ്രോസ് ഉണ്ട് അല്ലെ? അപ്പൊ ശർമ്മ ബ്രോസ് ഡെബിറ്റ് ആണ്. അതുകൊണ്ട് വീണ്ടും ഡെബിറ്റ് സൈഡിൽ തന്നെ ശർമ്മ ബ്രോസ് അക്കൗണ്ട്. ശർമ്മ ബ്രോസ് അക്കൗണ്ട് ഡെബിറ്റ്. അവരുടെ എമൗണ്ട് എത്രയാ? 500. ക്ലിയർ ആയോ? ശർമ്മ ബ്രോസും അതുപോലെ തന്നെ റാവു ആൻഡ് സൺസും ഡെബിറ്റ് സൈഡിലാണ് വന്നത്. അതുകൊണ്ട് അവർ രണ്ടുപേരെയും കോമ്പൗണ്ട് എൻട്രി എഴുതിയപ്പോഴും അവർ രണ്ടുപേരെയും ഡെബിറ്റ് സൈഡ് തന്നെ ഇട്ടു. ഇനി രണ്ട് ട്രാൻസാക്ഷൻ, രണ്ട് ജേർണലിലും സെയിൽസ് ക്രെഡിറ്റ് ആണ് വന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടിനകത്തും ടു സെയിൽസ് ഇട്ടു. ടു സെയിൽസ് മാറ്റാനായിട്ട് നമ്മൾ ഒരൊറ്റ സെയിൽസ് ആക്കി. ഇനി എമൗണ്ട് ശ്രദ്ധിച്ചേ. ഈ റാവു ടു സെയിൽ, ഇവിടെ ടു സെയിൽസിന്റെ എമൗണ്ട് എത്ര ആയിരുന്നു? 800. ആദ്യത്തെ ട്രാൻസാക്ഷൻ. രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ സെയിൽസിന്റെ എമൗണ്ട് എത്ര? 500. സോ സെയിൽസിന്റെ ടോട്ടൽ എമൗണ്ട് എത്ര വരും? 1300 എന്ന് വരും.
മനസ്സിലായോ? അതായത് കോമൺ ആയിട്ട് എടുക്കുന്ന ടേം ഏതാണോ അത് എടുക്കുമ്പം ആ രണ്ട് താഴത്തെയും മേളത്തെയും കൂടെ എമൗണ്ട് ചേർത്തിട്ടുള്ള എമൗണ്ട് വേണം നമ്മൾ കാണിക്കാനായിട്ട്. അപ്പൊ എപ്പോഴും ഓർത്തോണം ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ട് വരണം. ഡെബിറ്റ് സൈഡിൽ 8000 + 500 = 1300. അതുപോലെ ക്രെഡിറ്റിൽ നമുക്ക് ടോട്ടൽ 1300 തന്നെ കിട്ടണം. ഓക്കെ, അടുത്ത വേറൊരു ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ നോക്കിയാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് വേറൊരു ബിസിനസ്സിനെ പർച്ചേസ് ചെയ്യും. അതായത് അങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ അങ്ങനെയുള്ള പല അക്വിസിഷൻസും മെർജിങ്സും നടക്കാറുണ്ട്. രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ ഒന്നായിട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് ഒരു ചെറിയ ബിസിനസ്സിനെ ഏറ്റെടുക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടൈപ്പ് ട്രാൻസാക്ഷൻ ഇവിടെ വന്നേക്ക് നോക്കിക്കേ. റണ്ണിങ് ബിസിനസ് വിത്ത് ദ ഫോളോവിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ പർച്ചേസ്ഡ് ഫ്രം തുലാറാം ₹64,000. അതായത് ഒരു റണ്ണിങ് ബിസിനസ്, ആ റണ്ണിങ് ബിസിനസിന്റെ അസറ്റ്സും ലയബിലിറ്റീസും അത് മൊത്തം കൂടെ ആണല്ലോ, അപ്പൊ അത് രണ്ടും കൂടെ ചേരുന്നതാണ് ഫുൾ ബിസിനസ് എന്ന് പറയുന്നത്. അത് നമ്മൾ എത്ര രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തു? 64,000 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അത് വാങ്ങിച്ചെടുത്തു. ഓക്കെ ആണോ? ഇനി അവിടെ അസറ്റ്സും ലയബിലിറ്റീസും എന്തൊക്കെ അസറ്റ്സും ലയബിലിറ്റീസും ഉണ്ടെന്ന് നോക്കാം. ബിൽഡിംഗ് 40,000, 40,000 രൂപയുടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ദെൻ ഫർണിച്ചർ 12,000, 12,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റോക്ക് 20,000, 20,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ക്രെഡിറ്റേഴ്സ്, ആരാ ക്രെഡിറ്റേഴ്സ്? നമുക്ക് ഇങ്ങോട്ടേക്ക് തരാനുള്ള ആൾക്കാരാണ്, ഇങ്ങോട്ടല്ല അങ്ങോട്ട് കൊടുക്കാനുള്ള ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ്, നമ്മുടെ കടക്കാര്. അപ്പൊ അവർ എത്ര ഉണ്ടായിരുന്നു? 8,000 ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ്. ഇപ്പൊ ഇത്രയും കൂടെ എത്ര രൂപയ്ക്ക് അവര് വാങ്ങിച്ചത്? 64,000-നാണ് വാങ്ങിച്ചെടുത്തത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് അതിന്റെ ജേണൽ എൻട്രി ഒന്ന് എഴുതി നോക്കാം. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏതൊക്കെയാണ് അസറ്റ്സ് ഏതൊക്കെയാണ് ലയബിലിറ്റീസ് എന്നുള്ളതാണ്. ബിൽഡിംഗ് എന്തുവാ? നമുക്കറിയാം അസറ്റ് ആണ്. ഫർണിച്ചർ എന്തുവാ? അസറ്റ് ആണ്. സ്റ്റോക്ക് എന്തുവാ? അസറ്റ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്തുവാ? അസറ്റ് ആണോ? ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പൊ ക്രെഡിറ്റേഴ്സ് എന്തുവാണ്? നമ്മുടെ ലയബിലിറ്റി ആണ്. ക്രെഡിറ്റേഴ്സ് എന്താണ്? ലയബിലിറ്റി. അപ്പൊ ബിൽഡിങ്ങും ഫർണിച്ചറും സ്റ്റോക്കും ഇത് മൂന്നും എന്താണ്? നമ്മുടെ അസറ്റും. ക്രെഡിറ്റേഴ്സ് എന്താണ്? നമ്മുടെ ലയബിലിറ്റി ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ജേണൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ അസറ്റ്സുകളെല്ലാം ഒരുമിച്ച് അങ്ങ് ആക്കിയേക്ക്. ഏതൊക്കെയാ നമുക്ക് അസറ്റ്സ് ഉള്ളത്? പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. നോക്കിക്കേ, ആദ്യം നമ്മുടെ അസറ്റ്സ് എല്ലാം ഒരുമിച്ച് ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റുക. ബിൽഡിങ്സ് അക്കൗണ്ട് ഡെബിറ്റ്. ബിൽഡിങ്സിന്റെ എമൗണ്ട് നോക്കി എത്രയാ? 40,000. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നു 40,000. ഓക്കെ ആണോ? ഇനി ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്. എത്ര രൂപയാ ഫർണിച്ചർ? എത്ര രൂപയുടെ ആയിരുന്നു? 12,000. ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു 12,000. സ്റ്റോക്ക് നമ്മുടെ അസറ്റ് ആണ്. സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ്. എത്രയാ സ്റ്റോക്കിന്റെ എമൗണ്ട്? 20,000. ഓക്കെ ആണോ? ക്രെഡിറ്റേഴ്സ് നമ്മുടെ അസറ്റ് ആണോ? അല്ല. അസറ്റുകളെ മാത്രമേ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതാനായിട്ട് പാടുള്ളൂ. ലയബിലിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ടു ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് എത്ര? 8,000. കോളം മാറിപ്പോകരുത്. ടു ക്രെഡിറ്റർ എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ അതിന്റെ എമൗണ്ട് വരാനായിട്ട് പാടുള്ളൂ. എത്ര രൂപ ക്രെഡിറ്റേഴ്സ്? 8,000. ഓക്കെ ആണോ? ഇനി ആരെടുത്തു നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്? ഏത് വ്യക്തിയുടെ അടുത്തു നിന്നാ? തുലാറാം എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തു നിന്നാണ് അല്ലെ. അതുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് തുലാറാം. എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത്? അതിവിടെ പറയുന്നുണ്ട് 64,000. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ 64,000. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ ഇങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻ അക്കൗണ്ട്. സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ് അസറ്റ്സ് ഏതൊക്കെയാണ് ലയബിലിറ്റീസ്. അസറ്റ്സ് എല്ലാം ഡെബിറ്റ് സൈഡിലായിട്ട് 1 by 1 ആയിട്ട് എഴുതുന്നു. അതിന്റെ എമൗണ്ടും ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇനി ഏതൊക്കെയാണ് ലയബിലിറ്റീസ് നോക്കിയിട്ട് ആ ലയബിലിറ്റീസ് ഇവിടെ ഇപ്പൊ ഒറ്റ ലയബിലിറ്റിയെ തന്നിട്ടുള്ളൂ. ഇനി കുറെ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ താഴെ എഴുതണം. അപ്പം ടു ക്രെഡിറ്റേഴ്സ് അതിന്റെ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. പിന്നെന്താ? ആരെടുത്തു നിന്നാണോ വാങ്ങിച്ചത് ആ സ്ഥാപനത്തിന്റെ പേര് അവിടെ പറയുന്നുണ്ടായിരിക്കും. ആ പേരും ഇവിടെ എഴുതുക. പിന്നെ അത് എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതും എന്ത് ചെയ്യാ? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ?
മോർണിംഗ്. അപ്പൊ ജേർണലിന്റെ വേറൊരു പ്രോബ്ലം നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓരോ കാറ്റഗറി വെച്ചിട്ട് ക്യാഷ് പേയ്മെന്റ് വരുമ്പോൾ, ചെക്ക് പേയ്മെന്റ് വരുമ്പോൾ, പ്രൊപ്രൈറ്ററിന്റെ വരുമ്പോൾ, അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ ഓരോ നേച്ചർ അനുസരിച്ചായിരുന്നു നമ്മൾ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇങ്ങനെ ആയിരിക്കും യൂഷ്വലി നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഫുൾ എങ്ങനെയാണ് ഒരു ലെഡ്ജർ നമ്മൾ ലെഡ്ജർ അല്ല ജേർണൽ പ്രിപ്പയർ ചെയ്യുന്നതും അതിന്റെ ക്യാരി ഫോർവേഡ് അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ആ എമൗണ്ട് ഒക്കെ നമ്മൾ അതിന്റെ സം ടോട്ടൽ ചെയ്യുന്നതിനെ നമ്മൾ ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത്. എന്താ നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ അത് നമുക്ക് ട്രാൻസാക്ഷൻസ് എല്ലാം ആസ് യൂഷ്വൽ എല്ലാം ഒന്ന് ജേർണൽ ആയിട്ട് നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ 2018 April 1st bought an Almirah for 450 and paid 30 for cartage. അതായത് നമ്മൾ ഒരു അൽമിര എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു? 450 രൂപയ്ക്ക് 450ക്ക് വാങ്ങിച്ചു. പെയ്ഡ് 30 ഫോർ കാർട്ടേജ്. അതായത് നമ്മൾ ചുമട്ടുകാരനുണ്ടല്ലോ, അതായത് നമ്മൾ വാങ്ങിച്ച സ്ഥലത്തു നമ്മളത് നമ്മുടെ ആ സ്പേസിൽ കൊണ്ടുവരുന്നതിന് നമ്മൾ എത്ര രൂപ കൊടുത്തു? 30 കൊടുത്തു. അപ്പൊ മൊത്തം എത്ര രൂപ ഈ ഒരു വഴിക്ക് നമുക്ക് ചെലവായിട്ടുണ്ട്? 450 പ്ലസ് 30 450 പ്ലസ് 30 480 നമുക്കായിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ എഴുതേണ്ട കാര്യമില്ല, കാരണം ഒറ്റ ട്രാൻസാക്ഷൻ വന്ന ഒരു സംഭവം അല്ലേ. അലമാര വാങ്ങിച്ചു, അതിന്റെ കാർട്ടേജ് 30 രൂപ കൊടുത്തു. അപ്പൊ ടോട്ടൽ ആ 480 നമ്മൾ അങ്ങ് കാണിച്ചാൽ മതി. ജേർണൽ അപ്പൊ നോക്കിക്കേ, നമുക്ക് എന്തുവാ വന്നത്? അൽമിര വന്നു. അൽമിര എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം? നമ്മുടെ ഫർണിച്ചർ ആണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു ഫർണിച്ചർ വരികയാണ്. ഇനി ഫർണിച്ചർ വേണ്ട നിങ്ങൾക്ക് അൽമിര എന്നാണെങ്കിൽ അങ്ങനെ കാണിച്ചു, ഒരു കുഴപ്പമില്ല. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന ഫർണിച്ചർ എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുവാ വന്നത്? ഫർണിച്ചർ വന്നു. 2018 April 1st ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്. ഇനി നമ്മൾ ക്യാഷ് കൊടുത്തിട്ടല്ലേ വാങ്ങിച്ചത്, അതായത് ഇവിടെ ക്രെഡിറ്റിനൊന്നും പറഞ്ഞിട്ടില്ല. ക്രെഡിറ്റിലാണെന്ന് അസ്യൂം ചെയ്യാനുള്ള ഒരു സൂചനയും നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇല്ല. ആ ഒരു ട്രാൻസാക്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ എന്താ അസ്യൂം ചെയ്യേണ്ടത്? അതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷ്. ഹൗ മച്ച്? 450 30 കൂടെ ആഡ് ചെയ്ത് 480 എവിടെ കാണിച്ചേക്കുക. 480 നറേഷൻ ആയിട്ട് ഫർണിച്ചർ ബ്രോട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ മൊത്തം ട്രാൻസാക്ഷനും കൂടെ ഒറ്റ ഇതിൽ നിർത്താനാണ് ഞാൻ ഇത്രയും പിശിക്ക് എഴുതുന്നതായിട്ട് ഒന്നും വിചാരിക്കരുത്. സെക്കൻഡ് വൺ, അടുത്ത ട്രാൻസാക്ഷൻ എന്താ? പ്രൊപ്രൈറ്റർ took away goods worth 200 for personal use. അതായത് നമ്മുടെ ബിസിനസിന്റെ പ്രൊപ്രൈറ്റർ അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി 200 റുപ്പീസ് എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. പ്രൊപ്രൈറ്റർ എടുക്കുമ്പോൾ അതിന് പറയുന്ന പേരെന്താ? ഡ്രോയിങ്സ് ആണല്ലേ. ഡ്രോയിങ്സ് അതായത് നമ്മൾ പേഴ്സണൽ ആയിട്ട് അയാളുടെ എന്താണ് ക്യാഷ് ആയിട്ട് വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ അത് എന്തായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്? ഡ്രോയിങ്സ്, വിഡ്രോയിങ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്യാഷ് അല്ല അവിടെ വിഡ്രോ ചെയ്യുന്നത്, ഗുഡ്സ് ആണ്. നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിൽ വിഡ്രോയിങ്സ് വരും. ക്യാഷും വിഡ്രോ ചെയ്യും, ഗുഡ്സും വിഡ്രോ ചെയ്യും. ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നെങ്കിൽ നമ്മൾ ക്യാഷ് ആണ് വിഡ്രോ ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഗുഡ്സ് ആണെങ്കിലോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ്. നമ്മൾ ആ പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ രണ്ട് ട്രാൻസാക്ഷൻ. അപ്പൊ നോക്കിക്കേ, April 2nd ഞാൻ എഴുതുന്നു പേഴ്സണൽ യൂസ് എടുത്ത്. ഇപ്പൊ ക്യാഷ് വിഡ്രോ ചെയ്താലും ഗുഡ്സ് വിഡ്രോ ചെയ്താലും ഡ്രോയിങ്സിന് മാറ്റമൊന്നും വരത്തില്ല. അപ്പൊ നമ്മൾ എഴുതുന്നു ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു. ഇവിടെ ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തത് അല്ലെ, അതുകൊണ്ട് നമ്മൾ എഴുതുന്നു പർച്ചേസ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ്. എത്ര രൂപയുടെ ഗുഡ്സ് ആണ് നമ്മൾ വിഡ്രോ ചെയ്തത്? 200. എത്രയാണ്? 200. നറേഷൻ കാണിക്കുന്നു വിഡ്രോൺ ഗുഡ്സ്. എത്രയും മതി. അങ്ങനെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. തേർഡ് ട്രാൻസാക്ഷൻ, ഗേവ് ഗുഡ്സ് വർത്ത് 100 ഓൺ ചാരിറ്റി. ഗേവ് ഗുഡ്സ് വർത്ത് ₹100 ഓൺ ചാരിറ്റി. അതായത് നമ്മുടെ ചാരിറ്റി പർപ്പസിന് വേണ്ടി നമ്മൾ എത്ര രൂപ കൊടുത്തു? 100 രൂപ. 100 രൂപയുടെ ഗുഡ്സ് നമ്മൾ ചാരിറ്റിക്കായിട്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയായിരിക്കും? അപ്പൊ ഗുഡ്സ് കൊടുക്കാന്ന് പറയുമ്പോ എന്താ? നമ്മുടെ ഇത് കുറയും അല്ലെ. അപ്പൊ എന്തായിട്ടാണ് നമ്മൾ കൊടുത്തത്? ചാരിറ്റിക്ക് വേണ്ടിട്ട്. അപ്പൊ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു April 3. ചാരിറ്റി അക്കൗണ്ട് ഡെബിറ്റ്. അതായത് ഗുഡ്സ് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയാണ് കൊടുത്തത്, അതുകൊണ്ട് ചാരിറ്റി അക്കൗണ്ട് ഡെബിറ്റ്. ഇനി ഗുഡ്സ് അല്ലേ നമ്മൾ കൊടുത്തത്, ഗുഡ്സിന്റെ എഫക്ട്സ് നമ്മൾ എവിടെയാ കാണിക്കുന്നത്? ഞാൻ നേരത്തെയും പറഞ്ഞു, പർച്ചേസിലാണ്. അപ്പൊ ചാരിറ്റി അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ്. എമൗണ്ട് എത്രയാണ്? 100. ഡെബിറ്റ് 100, ക്രെഡിറ്റ് 100. ഗുഡ്സ് ഗേവ് ഓൺ ചാരിറ്റി.
ഓക്കെ, അങ്ങനെ ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. അടുത്ത ട്രാൻസാക്ഷൻ, സോൾഡ് എ മെഷീൻ ഫോർ ₹200. സോൾഡ് എ മെഷീൻ ഫോർ 200. നമ്മുടെ ഒരു മെഷീൻ നമ്മൾ 200 രൂപയ്ക്ക്, സോറി 200 അല്ല 2000 രൂപയ്ക്ക് വിറ്റു അല്ലെ. അപ്പൊ ഇവിടെ സെയിൽ അല്ലേ നടന്നത്. സെയിൽ നടക്കുമ്പോൾ എന്ത് വരും? നമുക്ക് ക്യാഷ് വരും. ഡെബിറ്റ് വാർഡ് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. നമുക്ക് ക്യാഷ് വരും. എന്തുവാ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്? നമ്മൾ എന്താ വിറ്റത്? മെഷീൻ നമ്മൾ വിൽക്കുമ്പോഴാണ് നമുക്ക് പൈസ വരുന്നത്. അപ്പൊ നമുക്ക് പൈസ കിട്ടും, എന്ത് പോകും? മെഷീൻ നമ്മുടെ നിന്ന് പോവുകയും ചെയ്യും. അപ്പൊ ദാ അടുത്ത ട്രാൻസാക്ഷൻ കൊടുക്കുന്നു. നമുക്ക് സെയിൽസ് ആണ് നടന്ന, അപ്പം ക്യാഷ് വരും. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു, എന്തുവാ നമ്മുടെ നിന്ന് പോയത്? മെഷീൻ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീൻ. ഹൗ മച്ച്? 2000 ഡെബിറ്റ്, 2000 ക്രെഡിറ്റ്. ഇനി എന്തുവാ നരേഷൻ എഴുതുന്നേ? സോൾഡ് മെഷീൻ. ഓക്കെ, ഇവിടെ എല്ലാം അക്കൗണ്ട് ചേർത്തേക്കണം കേട്ടോ, ഞാനത് മറന്നു പോവും. ഡെബിറ്റിലും ചേർക്കണം അക്കൗണ്ട് എന്ന്, ക്രെഡിറ്റിലും ചേർക്കണം അക്കൗണ്ട് എന്ന്, ഞാനത് വിട്ടുപോവും. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ, പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ₹90. പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ₹90. അതായത് നമ്മൾ എന്ത് കൊടുത്തു? നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു. ക്യാഷ് ആയിട്ടാണ് കൊടുത്തത് അല്ലെ. അപ്പം എന്താ നമ്മൾ കൊടുത്തത്? ഇൻഷുറൻസ് പ്രീമിയം. അപ്പം ഇൻഷുറൻസ് അക്കൗണ്ട് ഡെബിറ്റ്. ഇൻഷുറൻസ് ഒരു എക്സ്പെൻസ് ആണ്. നമ്മുടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസുകൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു, എന്തായിട്ടാണ് നമ്മൾ ക്യാഷ് ആയിട്ടല്ലേ കൊടുത്തത്? ടു ക്യാഷ് അക്കൗണ്ട്. ഇൻഷുറൻസ് അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 90. നരേഷൻ ആയിട്ട് പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം. പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ, പർച്ചേസ് ഗുഡ്സ് വർത്ത് ₹4000 ഫോർ ക്യാഷ്. നമ്മൾ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു. ക്യാഷ് പർച്ചേസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഡേറ്റ് എഴുതുന്നു, April 6. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏത് വന്നാലും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? പർച്ചേസിനെ. പിന്നെ ഇവിടെ ക്യാഷ് പർച്ചേസ് നമ്മുടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എന്ത് പോയിട്ടുണ്ട്? ക്യാഷ് പോയിട്ടുണ്ട്. അപ്പൊ ജേർണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എത്ര രൂപയാ? 4000. 4000 ഡെബിറ്റ്, 4000 ക്രെഡിറ്റ്. ഗുഡ്സ് purchased. നരേഷൻ കാണിക്കുന്നു ഗുഡ്സ് പർച്ചേസ്ഡ്. ഓക്കെ, എന്താണ്? പർച്ചേസ് ഗുഡ്സ് ഫോർ ₹4000. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അക്കൗണ്ട് ചേർത്തേക്കണേ, ഞാനത് ഇടയ്ക്ക് വിട്ടുപോകും. എപ്പോഴും ഡെബിറ്റിലും ക്രെഡിറ്റിലും നമ്മളെ അക്കൗണ്ട് എന്നുള്ളത് ഫോർമാറ്റ് അനുസരിച്ച് നമ്മൾ കാണിക്കുക തന്നെ വേണം. അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. നോക്കിയേ, റിസീവ്ഡ് ₹980 ഫ്രം കിഷൻ ചന്ദ് ആൻഡ് അലൗഡ് ഹിം 20 ക്യാഷ് ഡിസ്കൗണ്ട്. എന്താണ്? സേവ്ഡ് 980 ഫ്രം കിഷൻ ചന്ദ് ആൻഡ് അലൗഡ് ഹിം 20 ക്യാഷ് ഡിസ്കൗണ്ട്. അതായത് കിഷൻ ചന്ദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മൾ എത്ര രൂപ കിട്ടിയ അയാളുടെ കയ്യിൽ നിന്ന്? 980 നമുക്ക് കിട്ടി. ആൻഡ് അലൗഡ് ഹിം 20 ക്യാഷ് ഡിസ്കൗണ്ട്. അതായത് ഡിസ്കൗണ്ട് അലോ ചെയ്തതിന് ശേഷമാണ് നമുക്ക് എത്ര രൂപ കിട്ടിയത്? 980. അപ്പൊ നോക്കിക്കേ, നമുക്ക് എത്രയാ കിട്ടിയത്? 980. നമ്മൾ എത്രയാക്കി ഡിസ്കൗണ്ട് അലോ ചെയ്തത്? മനസ്സിലാക്കണം, ഈ 980 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയതാണ്.
എന്ന് വെച്ചാൽ ആ 20 രൂപ ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയ എമൗണ്ട് ആണ് 980. അങ്ങനെയാണെങ്കിൽ ശരിക്കും അയാൾ എത്ര നമുക്ക് തന്നായിരുന്നു? ആ ഡിസ്കൗണ്ടും കൂടെ ആഡ് ചെയ്ത് 1000 rupees നമുക്ക് അയാൾ തന്നായിരുന്നു. ശരിയല്ലേ? 1000 അയാൾ നമുക്ക് തന്നു. നമ്മൾ അതിനകത്ത് നിന്ന് 20 നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുത്തു. അതിനുശേഷമാണ് നമുക്ക് എത്ര രൂപ കിട്ടിയത്? 980. അപ്പൊ ശരിക്കും ആക്ച്വലി നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയായിരുന്നു? 1000. അത് മനസ്സിലാക്കിക്കോണം കേട്ടോ. അങ്ങനെ പല രീതിയിൽ ട്വിസ്റ്റഡ് ആയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം. ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് വായിച്ചു നോക്കിയാലേ നമുക്ക് ട്രാൻസാക്ഷൻ നമ്മൾ ജേർണൽ എഴുതാൻ പറ്റത്തുള്ളൂ. അത് ചാടി കയറി എഴുതരുത്. അപ്പൊ നോക്കിക്കേ, ക്യാഷ് റിസീവ്ഡ് നമുക്ക് കിട്ടി എന്നാ പറഞ്ഞല്ലേ. അപ്പം നമുക്ക് ക്യാഷ് കിട്ടി. അപ്പൊ നമ്മൾ എഴുതും ക്യാഷ്, ഇത് April 7 ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. എത്ര നമുക്ക് കിട്ടി? നമുക്ക് കിട്ടിയതേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. നമുക്ക് എത്ര കിട്ടി? 980 നമുക്ക് കിട്ടി. ഓക്കെ ആണോ? പിന്നെ എന്തും കൂടെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അയാൾക്ക് എന്ത് കൊടുത്തു? ഡിസ്കൗണ്ട് കൊടുത്തു അല്ലെ. ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുമ്പം നേരത്തെ നമ്മൾ ആ ഭാഗം പഠിച്ചപ്പോ പറഞ്ഞായിരുന്നു ഡിസ്കൗണ്ട് അലോ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, നമുക്കതൊരു എക്സ്പെൻസ് ആണ്. ഈ 20 രൂപ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്താ പുളിക്കുമായിരുന്നോ? 20 രൂപ നമ്മുടെ കയ്യിൽ ഇരിക്കത്തില്ലായിരുന്നോ? നമ്മൾ എന്ത് ചെയ്തു? ആ 20 രൂപ നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തു. അപ്പൊ ആ 20 രൂപ അത്രേ 20 രൂപയേ ഉള്ളൂ എങ്കിലും അതെന്താണ്? നമ്മുടെ എക്സ്പെൻസ് ആണ്. നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച് എക്സ്പെൻസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ്. എത്രയാ ഡിസ്കൗണ്ട്? എത്രയാ നമ്മൾ കൊടുത്തത്? 20 ആണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തത്. 2 പറഞ്ഞേ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ്. ആരാ ആരുടെ അടുത്ത് നമുക്ക് കിട്ടിയത്? കിഷൻ ചന്ദ്. കിഷൻ ചന്ദ്. എത്ര രൂപയാ? ടോട്ടൽ 1000. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ. എപ്പോഴും ശ്രദ്ധിക്കണം, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. ഓരോ ട്രാൻസാക്ഷൻ ഇപ്പൊ നമ്മൾ ഡെബിറ്റിൽ 20 ആയിരുന്നെങ്കിൽ ക്രെഡിറ്റിൽ 20 തന്നെ കാണിക്കണം. ആ രണ്ട് സൈഡ് നമ്മൾ ഈക്വൽ ആക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ക്യാഷ് റിസീവ്ഡ് ഫ്രം കിഷൻ ചന്ദ്. ഇത്രയും മതി. ഒത്തിരി വലിച്ചു കാര്യമൊന്നും എഴുതണ്ട. ജസ്റ്റ് മാറ്റർ അവിടെ കാണിച്ചാൽ മാത്രം മതി. അടുത്ത ട്രാൻസാക്ഷൻ. rupees 500 were due to Ghanshyam, paid 480 in full settlement of his account. അതായത് rupees 500 were due to Ghanshyam എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കണം. എന്താണ്? നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു. rupees 500 were due to Ghanshyam, paid 480. നമ്മൾ എത്ര രൂപ കൊടുത്തു? ആക്ച്വലി നമ്മൾ അയാൾക്ക് എത്ര കൊടുക്കേണ്ടത്? 500 ആണ് നമ്മൾ അയാൾക്ക് ആക്ച്വലി കൊടുക്കേണ്ടത്. paid 480 എന്ന് വെച്ചാൽ നമ്മൾ എത്ര രൂപ കൊടുത്തു? 480 നമ്മൾ കൊടുത്തുള്ളൂ. അതായത് 20 രൂപ കുറച്ചിട്ട് നമ്മൾ കൊടുത്തുള്ളൂ. ഓക്കെ. ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് അക്കൗണ്ട്. അതായത് 500 രൂപയെ കൊടുക്കേണ്ടത്. നമ്മൾ 480 രൂപയ്ക്ക് അയാളുടെ കണക്ക് അവിടെ വെച്ച് സെറ്റിൽ ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ നമ്മളത് മനസ്സിലാക്കേണ്ടത്? 20 രൂപ നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഈ 20 രൂപയുടെ പേരാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. മനസ്സിലായോ? നിങ്ങളൊരു ബുക്ക് വാങ്ങിക്കാൻ കടയിൽ പോയി 100 രൂപ ബുക്ക് പറഞ്ഞു, നിങ്ങൾ 80 രൂപയ്ക്ക് അത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 100 രൂപയാണ് ബുക്കിന്റെ വില, പക്ഷേ നമ്മളത് 80 രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് വെച്ചാൽ 20 രൂപ എന്താ നമ്മളത് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി, ഡിസ്കൗണ്ടിന് നമ്മൾ കിട്ടി എന്നുള്ള അതേ സെയിം മീനിങ് ആണ് ഇവിടെയും. 500 രൂപ കൊടുക്കേണ്ടടുത്ത് 480 രൂപയ്ക്ക് നമ്മൾ അയാളുടെ കണക്ക് അവിടെ വെച്ച് നിർത്തി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വന്ന 20 രൂപ നമുക്ക് കിട്ടിയതാണോ കൊടുത്താണോ? ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, ഡിസ്കൗണ്ട് അലൗഡ് ആണോ? നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അപ്പൊ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്താണ്? നമുക്ക് പ്രോഫിറ്റ് ആണ്. അതായത് 20 രൂപ, അതായത് 500 കൊടുക്കേണ്ടടുത്ത് 20 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, നമുക്ക് നല്ല സന്തോഷം തോന്നി. അപ്പൊ അതെന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ ഡെബിറ്റ് ഓൾ പ്രോഫിറ്റിന്റെ ട്രീറ്റ്മെന്റ് എന്താ? ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് പ്രോഫിറ്റ്സ്. നമുക്ക് ഇൻകം വന്നാൽ, നമുക്ക് പ്രോഫിറ്റ് വന്നാൽ, നമുക്ക് ഗെയിൻ വന്നാൽ അതെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി നോക്കിക്കോളുക. April 7 Ghanshyam അക്കൗണ്ട് ഡെബിറ്റ്. എത്ര രൂപയായിരുന്നു നമ്മൾ ഈ പാവപ്പെട്ട മനുഷ്യന് കൊടുക്കേണ്ടിയിരുന്നത്? ഘനശ്യാമിന് എത്ര കൊടുക്കേണ്ടിയിരുന്നത്? 500 നമ്മൾ കൊടുക്കണമായിരുന്നു.
പക്ഷേ നമ്മൾ എത്ര രൂപ കൊടുത്തു? ഘനശ്യാം അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എത്ര രൂപ പക്ഷേ നമ്മൾ ക്യാഷ് കൊടുത്തു? എത്രയാണ് നമ്മൾ ക്യാഷ് കൊടുത്തത്? പെയ്ഡ് 480 അവർ. അപ്പം ടു ക്യാഷ് എത്രയാ ക്യാഷ് ആയിട്ട് കൊടുത്തത്? എത്രയാണ്? 480. അത് മാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയോ? ഇവിടെ ഡെബിറ്റിൽ 500, ക്രെഡിറ്റിൽ 490 ഉള്ളൂ അല്ലെ? അപ്പൊ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയോ? ഇല്ല. അപ്പൊ നമ്മൾ എഴുതുന്നു ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. എത്രയാണ്? 20. ഈക്വൽ ആയില്ലേ നോക്കിക്കേ. ഇവിടെയും 500, ഇവിടെയും 500. ഇപ്പൊ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തോണം, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നരേഷൻ കാണിക്കുന്നു. പെയ്ഡ് ക്യാഷ് ടു ഘനശ്യാം. Okay. Next transaction. Cash of ₹560 was stolen from the cash book. ക്യാഷ് ബോക്സ്. നമ്മുടെ ക്യാഷ് ബോക്സിൽ നിന്ന് എത്ര രൂപ പോയി? 560, 560 രൂപ ആരാണ്ട് എടുത്തുകൊണ്ട് പോയി. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് എന്ത് പോയി? പൈസ കുറഞ്ഞു. എത്ര രൂപ കുറഞ്ഞു? 560. 560 രൂപ മോഷണം പോയി. ഇതിനെന്ത് പറയും? ലോസ് ബൈ തെഫ്റ്റ്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ലോസ് ബൈ ഫയർ നമ്മൾ പഠിച്ചു, ലോസ് ബൈ തെഫ്റ്റ് നമ്മൾ പഠിച്ചു. അതായത് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പൈസ പോവാണ്. അതിപ്പം പ്രൊപ്പറേറ്റർ എടുത്തോണ്ട് പോയാലും അല്ലെങ്കിൽ ആരെങ്കിലും കള്ളന്മാര് വന്ന് എടുത്തോണ്ട് പോയാലും ഇഫക്ട്സ് എന്താണ്? നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. എപ്പോഴൊക്കെ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പൈസ പോയാലും നമ്മൾ അത് ലോസ് ആണ്. ലോസുകൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡേറ്റ് കൊടുക്കുന്നു April 19. ലോസ് ബൈ തെഫ്റ്റ് അക്കൗണ്ട്. എന്താണ്? ലോസ് ബൈ തെഫ്റ്റ് അക്കൗണ്ട്. ഇവിടെ അതല്ലേ സംഭവിച്ചത് അല്ലെ? നമ്മുടെ പൈസ കള്ളന്മാർ എടുത്തോണ്ട് പോയി അല്ലെ? അത് സൂചിപ്പിക്കാനായിട്ട് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടേം ആണ് ലോസ് ബൈ തെഫ്റ്റ്. ഇനി തീപിടുത്തത്തിലാണ് നമ്മുടെ കുറച്ച് ഗുഡ്സ് നശിച്ചു അല്ലെങ്കിൽ ക്യാഷ് നശിച്ചു, അപ്പൊ നമ്മൾ എഴുതും ലോസ് ബൈ ഫയർ. അങ്ങനെ എന്താണോ നമ്മുടെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ ജേർണൽ തയ്യാറാക്കാനായിട്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ എഴുതും ലോസ് ബൈ തെഫ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ്. എന്തുവാ കൊണ്ടുപോയത് കള്ളന്മാര്? നമ്മുടെ ക്യാഷ്. അതുകൊണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. എത്ര രൂപ അവന്മാര് കൊണ്ടുപോയത്? 560 ഡെബിറ്റ്, 500 ഡെബിറ്റ്. ക്യാഷ് സ്റ്റോളൻ. അത്രയും മതി. ഓക്കെ. എന്താ നമ്മള് ക്യാഷ് കള്ളന്മാരെടുത്തോണ്ട് ഇപ്പൊ എന്തുവാ എഴുതിയത്? ലോസ് ബൈ തെഫ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എന്തിനാ അത് ഡെബിറ്റ് ചെയ്തത്? ലോസ് എപ്പോ വന്നാലും നമ്മളത് ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് ആണ് എടുത്തോണ്ട് പോയത്. ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സോ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ. ഹാൻ സിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കുറച്ച് നന്നായിട്ട് വായിച്ചാൽ ഇത് ശരിക്കും നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം സാധാരണ തന്നിരിക്കുന്ന പോലെ എമൗണ്ട് ഒന്നും നമുക്കിനകത്ത് തന്നിട്ടില്ല. ഹാൻ സിംഗ് എ ഡെറ്റർ. ഹൂസ് എ ഡെറ്റർ? നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ തരാനുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഡെറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ബിക്കെയിം ഇൻസോൾവെന്റ്. ഇൻസോൾവെന്റ് ആവാന്ന് വെച്ചാൽ എന്താ? നമ്മൾ ടേംസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഇതും പറഞ്ഞിട്ടുണ്ട്. ഇൻസോൾവെന്റ് എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ പാപ്പരാകാന്ന് പറയത്തില്ല. അതായത് അയാളുടെ ബിസിനസ് ഒക്കെ കടം കയറി പൊട്ടിപ്പോയി, അയാളുടെ ഇനിയൊന്നും കിട്ടാനില്ല, അങ്ങനെ വരുന്ന ഒരു വ്യക്തിയാണ് ഇൻസോൾവെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഒരു കസ്റ്റമർ ആയിരുന്നു ഈ ഹാൻ സിംഗ്. പക്ഷെ അയാൾ എന്ത് പറ്റി? അയാളുടെ ബിസിനസ് ഒക്കെ നശിച്ച അയാളുടെ ഇനിയൊന്നും കിട്ടത്തില്ല. ഹി ഓൾഡ് ₹400. ഇയാൾ നമുക്ക് എത്ര രൂപ തരാനുണ്ടായിരുന്നു? 400 രൂപ ഈ വ്യക്തി നമുക്ക് തരാനുണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ അയാൾക്ക് തരാൻ പറ്റത്തില്ല. ബിക്കോസ് ഹി ബിക്കെയിം ഇൻസോൾവെന്റ്. ഓക്കെ ആണോ? എ ഫൈനൽ കമ്പോസിഷൻ ഓഫ് 50 പൈസ ഇൻ എ റുപ്പി വാസ് റിസീവ്ഡ്. ഇങ്ങനെ വരുന്ന സമയത്ത് കോടതിയൊക്കെ ഇടപെട്ട് അയാളുടെ അസറ്റ്സ് ഒക്കെ കണ്ടുകെട്ടി നമ്മൾ തരാനുള്ള ക്രെഡിറ്റേഴ്സിനൊക്കെ വീതിച്ചു കൊടുക്കും. അങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോൾ പ്രശ്നം എന്നാന്ന് വെച്ചാൽ മൊത്തം പൈസ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഈ വ്യക്തി 400 രൂപ തരാനുണ്ട്, പക്ഷെ 400 ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കിട്ടത്തില്ല. അതങ്ങനെയാണ്. കാരണം എല്ലാവർക്കും കൊടുക്കാനുള്ള എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി കൊടുക്കും. അപ്പൊ കുറച്ച് അവർക്ക് നഷ്ടം വരും. നമുക്ക് ഈ വ്യക്തി 400 രൂപ തരാനുണ്ട്, പക്ഷെ നമുക്ക് ഇടയിൽ നിന്ന് കിട്ടി എത്രയായിരുന്നു? എ ഫൈനൽ കമ്പോസിഷൻ ഓഫ് 50 പൈസ ഇൻ എ റുപ്പി. അതായത് 400 രൂപയിൽ 50 പൈസ വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്. കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കിക്കോണം. 400 രൂപയാണ് ആ വ്യക്തി നമുക്ക് തരാനുള്ളത്. ഇൻറ്റു 50 പൈസ ഇൻ എ റുപ്പി. അതായത് ഓരോ രൂപയ്ക്കും 50 പൈസ വെച്ചിട്ട്. എങ്ങനെയാണ്? 400 രൂപ നമുക്ക് തരാനുണ്ട്. ആ 400 രൂപയിൽ ഓരോ രൂപയ്ക്കും 50 പൈസ വെച്ചേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? 400 ഇൻറ്റു ശ്രദ്ധിച്ചേ
0.50. 50 പൈസ 50 പൈസ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 0.50 ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോണം. ഇനി 0.50ക്ക് പകരം നമുക്ക് ചിലപ്പം 10 പൈസ എന്ന് പറയാം, 20 പൈസ എന്ന് പറയാം, 30 പൈസ എന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും 10 പൈസ എന്ന് പറയാൻ നമ്മൾ പറയും 0.10, 20 പൈസ എന്ന് പറയുകയാണെങ്കിൽ 0.20, 30 പൈസ 0.30, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ എത്രയാണ്? 400 ഇൻറ്റു 50 പൈസയാണ്, അതുകൊണ്ട് 0.50. ഇത് വരുമ്പോ നമുക്ക് എത്ര രൂപ കിട്ടും? 200. ഇത് ചെയ്ത് കഴിയുമ്പോ നമ്മൾക്ക് ഇത് എത്ര രൂപ കിട്ടും? 200 രൂപ കിട്ടും. അപ്പൊ 200 രൂപ ഈ വ്യക്തിയുടെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് നഷ്ടം എത്രയാ? 200 രൂപ. ടോട്ടൽ എത്രയാ നമുക്ക് കിട്ടാനുള്ളത്? 400. നമുക്ക് എത്ര കിട്ടി? 200. നമ്മുടെ നഷ്ടം എന്താണ്? എത്രയാണ്? 200. ബാക്കി 200 നമുക്ക് നഷ്ടം പറയേണ്ടി വരും. ആ നഷ്ടത്തിനുള്ള പേരാണ് ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത്. എന്താണ് ബാഡ് ഡെറ്റ്? എന്തുവാ ബാഡ് ഡെറ്റ്? കിട്ടാ കടത്തിനെയാണ് ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത്. എന്താണ് കിട്ടാ കടം? നമുക്ക് ഒരിക്കലും കിട്ടാത്ത കടത്തിന് നമ്മൾ പറയുന്ന പേരാണ് ബാഡ് ഡെറ്റ്. അപ്പൊ ഇവിടെ എത്ര രൂപ നമുക്ക് കിട്ടത്തുള്ളൂ? 200 കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കി വന്ന 200 എത്രയാ? ബാഡ് ഡെറ്റ് ആണ്. അതായത് ടോട്ടൽ നമുക്ക് എത്ര കിട്ടണമായിരുന്നു? 400 കിട്ടണമായിരുന്നു. നമുക്ക് എത്ര കിട്ടിയുള്ളൂ? 200 നമുക്ക് കിട്ടിയുള്ളൂ. ഇനി എത്ര രൂപയും കൂടെ നമുക്ക് കിട്ടാനുണ്ട്? 200 കൂടെ കിട്ടാനുണ്ട്. ഇതിന്റെ പേരാണ് എന്ത്? ബാഡ് ഡെറ്റ്. ഓക്കെ ആണോ? ഇനി ജേണൽ എൻട്രി നോക്കാം. April 11. ഓക്കെ, നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടി, ശരിയല്ലേ? അപ്പൊ നമ്മൾ എഴുതും ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. നമുക്ക് എത്ര രൂപ കിട്ടി? നമുക്ക് 200 രൂപയെ നമുക്ക് കിട്ടിയുള്ളൂ. ഇതിന്റെ കാൽക്കുലേഷൻ എഴുതി വെച്ചോണം സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. 200 അത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ ആണോ? ബാഡ് ഡെറ്റ് എപ്പോഴും നമുക്ക് ലോസ് ആണ്. ലോസുകൾ എപ്പോ വന്നാലും നമ്മളത് ഡെബിറ്റ് ചെയ്യണം. ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. എന്താണ്? ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. എത്രയാണ്? അതും 200. ഞാൻ വേണമെങ്കിൽ കാൽക്കുലേഷനും കൂടെ കാണിച്ചേക്കാം, നിങ്ങൾക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ട് വരണ്ട. ക്യാഷ് അക്കൗണ്ടിന്റെ ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. സോറി, 400 ഇൻറ്റു 0.50. അടുത്തത് ബാഡ് ഡെറ്റ് അക്കൗണ്ട്. അതില് ഈ 400ൽ നിന്ന് 200 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണോ അത് നമുക്ക് ബാഡ് ഡെറ്റ്. 2 ആരാ? നമ്മുടെ ആളുടെ പേരെന്താ? ഹാൻസിംഗ്. ഹാൻസിംഗ്. ടോട്ടലാക്കി ഹാൻസിംഗിന്റെ എത്ര? ഇവിടെ ഡെബിറ്റ് 200ഉം ക്രെഡിറ്റും അപ്പൊ എത്ര? സോറി, ഡെബിറ്റ് 400ഉം ക്രെഡിറ്റും അപ്പൊ എത്ര തന്നെ വരണം? 400 തന്നെ വരണം. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഹാൻസിംഗ്. ഓക്കെ ആണോ? അത്രേ ഉള്ളൂ. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഹാൻസിംഗ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ. സോൾഡ് ഗുഡ്സ് ടു കരീം ₹800. സോൾഡ് ഗുഡ്സ് ടു കരീം ₹800. കരീമിന് നമ്മൾ ഗുഡ്സ് വിറ്റു. എത്ര രൂപയുടെ ഗുഡ്സ് നമ്മൾ വിറ്റു? 800 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മൾ വിറ്റു. ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഈ രണ്ട് കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ, ഏതൊക്കെയാ രണ്ട് കണ്ടീഷൻസ്? ക്യാഷ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ രണ്ട് കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ അത് എന്ത് ട്രാൻസാക്ഷൻ ആണ്? അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പൊ എന്തുവാ? നമ്മള് സാധാരണ ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ എന്തോ ജേണൽ എൻട്രി എഴുതിയേനെ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് ആണല്ലോ. ഇപ്പൊ ഇവിടെ എന്തോ പറ്റിയേക്കുന്നത്? ഇവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ക്യാഷ് വന്നോ? ഇല്ല. അപ്പൊ ഡേറ്റ് കൊടുക്കുന്നു 11. എന്താണ്? കരീം അക്കൗണ്ട് ഡെബിറ്റ് ടു എന്തുവാ? സെയിൽസ് അക്കൗണ്ട്. കരീം അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. എത്രയാണ്? ഡെബിറ്റ് 800, ക്രെഡിറ്റ് 800. സോൾഡ് ഗുഡ്സ് ടു കരീം. അത്രേ ഉള്ളൂ. നേരത്തെ ചെയ്തിട്ടുള്ള ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കരീം അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ദെൻ പെയ്ഡ് ഇൻ ടു ബാങ്ക് ₹400. പെയ്ഡ് ഇൻ ടു ബാങ്ക് ₹400. നമ്മൾ ബാങ്കിലേക്ക് നമ്മൾ പൈസ കൊണ്ടിട്ടു.
പൈസ കൊണ്ടിടുമ്പോ ശ്രദ്ധിക്കണം, എല്ലാവരുടെയും അക്കൗണ്ടിലോട്ടല്ല നമ്മൾ പൈസ കൊണ്ടിടുന്നത്, നമ്മുടെ സ്വന്തം ബാങ്കിന്റെ അക്കൗണ്ടിലേക്കാണ് അല്ലെ. അപ്പൊ ഡേറ്റ് കൊടുക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ രണ്ടേ അക്കൗണ്ട്സിൽ ഇതിന്റെ എഫക്ട്സ് വരത്തുള്ളൂ. ഒന്ന്, നമ്മൾ എന്തുവാ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ക്യാഷ്. എവിടെയാ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ബാങ്കിലേക്ക്. അപ്പൊ വേറെ ആരുടെ അക്കൗണ്ട് ഉള്ള നമ്മുടെ സെയിം ബാങ്കിൽ അക്കൗണ്ടിൽ തന്നെയാണ്. നോക്കിക്കേ, ക്യാഷും ബാങ്കും. ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ കിടക്കുന്ന ക്യാഷാ. ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ പേരിൽ ബാങ്കിൽ കിടക്കുന്ന ബാങ്ക്. നമ്മൾ ഇവിടുന്ന് ക്യാഷ് എടുത്തുകൊണ്ട് പോയി എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും? നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് പോയി ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്യാഷ്, അതായത് ബിസിനസ്സിൽ കിടക്കുന്ന ക്യാഷ് ബാലൻസിന് എന്ത് പറ്റും? കുറയും. നമ്മുടെ ബിസിനസ്സിൽ നിന്നല്ല എടുത്തുകൊണ്ട് പോകുന്നത്. അറ്റ് ദി സെയിം ടൈം നമ്മുടെ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യും? കൂടും. സിമ്പിൾ ലോജിക്. നമ്മൾ ഇവിടുന്ന് എടുത്തോണ്ട് പോയി അപ്പുറത്ത് കൊണ്ട് ഇട്ടാലും, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് എടുത്തോണ്ട് നമ്മുടെ ബാങ്കിൽ കൊണ്ട്, സെയിം ബിസിനസിന്റെ അക്കൗണ്ട് തന്നെയാണ്, അവിടെ കൊണ്ടിട്ടാലും ബിസിനസ്സിൽ നിന്ന് പുറത്തോട്ടൊന്നും പൈസ പോകുന്നില്ല. പക്ഷേ ആക്ച്വൽ നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ ക്യാഷിന് കുറവ് വരും, അതേസമയം ബാങ്കിലെ ക്യാഷ് കൂടും. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ജേർണൽ എൻട്രി എങ്ങനെയാ എഴുതുന്നത് നോക്കാം. എവിടെയാ കൂടുന്നത്? നമ്മുടെ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് കൂടും. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. അത്രേ ഉള്ളൂ. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എന്തുകൊണ്ടാ ബാങ്ക് ഡെബിറ്റ് ചെയ്തത്? ബാങ്കിലെ ബാലൻസ് കൂടും. ഇൻക്രീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബാങ്കിലെ എമൗണ്ട് കൂടുന്നത് കൊണ്ട് നമ്മൾ എഴുതും ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. കാരണം ഈ ക്യാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ്സിലെ ഫിസിക്കലായിട്ട് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ആണ്. അത് കുറയും. എത്ര രൂപയാണ്? 400. ക്യാഷ് പെയ്ഡ് ഇൻടു ബാങ്ക്. ക്യാഷ് പെയ്ഡ് ഇൻടു ബാങ്ക്. നമ്മുടെ ജേർണൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ ക്യാരി ഫോർവേഡിന്റെ കാര്യം പറയാം. ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആണ്. നമ്മൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതിയിട്ടുള്ള എല്ലാ എമൗണ്ട്സുകളും നമ്മൾ ടോട്ടൽ ചെയ്യുക. നമ്മൾ എത്ര ട്രാൻസാക്ഷൻ, ടോട്ടൽ 12 ട്രാൻസാക്ഷൻ മറ്റോ ഉണ്ട്. ഞാൻ ബോർഡിൽ മൊത്തം കാണാത്ത, ഞാൻ തുടച്ചത് കളഞ്ഞത് കൊണ്ടാണ്. നിങ്ങളുടെ ബുക്കിൽ എഴുതുമ്പം മുറിഞ്ഞു പോകാതെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എഴുതിക്കൊണ്ട് വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലാസ്റ്റ് വരുമ്പോൾ മാത്രമേ ലോങ് ലൈൻ വരയ്ക്കാൻ പാടുള്ളൂ. ഇനി ക്യാരി ഫോർവേഡ് എന്താന്ന് നോക്കാം. നമ്മൾ ഇത്രയും നേരം ജേർണൽ എഴുതിയ എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും എമൗണ്ട്സിന്റെ ടോട്ടൽ എടുക്കുക. ഡെബിറ്റിലുള്ള എമൗണ്ടും ക്രെഡിറ്റിലുള്ള എമൗണ്ടിന്റെയും ടോട്ടൽ എടുക്കുക. അതിനെ സം ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം മുതൽ എമൗണ്ട്സ് ഒന്ന് വായിക്കാം. നോട്ട് ചെയ്തിട്ടുണ്ട്, നോക്കിക്കോളുക. ഡെബിറ്റിൽ 480, 200, 100, 2000, 90, 4000, 980, 20, 500, 560, 400, 800, 400 എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ടോട്ടൽ 10,530 എന്ന് കിട്ടും. ഡെബിറ്റിന്റെ ബാലൻസ് ഞാൻ ഡെബിറ്റ് മാത്രമേ വായിച്ചുള്ളൂ. ഡെബിറ്റിന്റെ മാത്രം ടോട്ടൽ ആണ് 10,530. ഇനി ക്രെഡിറ്റിന്റെ നോക്കിക്കോളൂ. എമൗണ്ട്സ് 480, 200, 100, 2000, 90, 4000, 1000, 480, 20, 560, 400, 800 and 400. 800, 400 ഇവിടെ ഉണ്ട്. അതിന്റെ എല്ലാം കൂടെ ടോട്ടൽ നമുക്ക് എത്ര എന്ന് കിട്ടും? 10,530. ഇങ്ങനെ കിട്ടണം. അതായത് 10,530 ഇങ്ങനെ കിട്ടിയാൽ, അതായത് എങ്ങനെ കിട്ടണം? ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം. 1 രൂപയെങ്കിലും അവിടെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൽ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ അത് കണ്ടുപിടിച്ച് തിരുത്തി ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആക്കണം. അങ്ങനെയാണ് ജേർണൽ പ്രോപ്പർ ചെയ്യുന്നത്. ഓക്കെ ആണ്. അപ്പം ഡെബിറ്റും ക്രെഡിറ്റ് ഈക്വൽ ആയാൽ അതിനർത്ഥം എന്താ? നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഡെബിറ്റിൽ എഴുതേണ്ട വാല്യൂസ് എല്ലാം ക്രെഡിറ്റിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആ റൂള് നമ്മൾ പക്കായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഡെബിറ്റ് ഈക്വൽസ് ക്രെഡിറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ്? 10,530 ഈക്വൽസ് 10,530, which means debit equals credit. ഓക്കെ ആണോ?